മാധു, എന്താണ് അഭിപ്രായം? ഈ അധിക്ഷേപങ്ങൾ വോട്ടാകരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. നോക്കൂ, സ്ത്രീകൾക്ക് എല്ലാം എളുപ്പമാണ്. സ്ത്രീകൾക്ക് മാർക്ക് കിട്ടാൻ എളുപ്പമാണ്, സ്ത്രീകൾക്ക് എഴുത്തു പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ എളുപ്പമാണ്, സ്ത്രീകൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷകളിൽ മാർക്ക് കിട്ടാൻ എളുപ്പമാണ്, സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടാൻ എളുപ്പമാണ്, ഇൻ്റർവ്യൂകൾ പാസ്സാകാൻ എളുപ്പമാണ്, സ്ത്രീകൾക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ്, സ്ത്രീകൾക്ക് പ്രൊമോഷൻ കിട്ടാൻ എളുപ്പമാണ്, സ്ത്രീകൾക്ക് അംഗീകാരങ്ങൾ കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ അതിനുശേഷം തിരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ സീറ്റ് കിട്ടാൻ എളുപ്പമാണ്, വോട്ട് കിട്ടാൻ എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണല്ലോ എന്നൊരു വഷളൻ ചിരിയിൽ പൊതിഞ്ഞു വെക്കുന്ന ഒരു 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 പരിഗണനയുണ്ട്. സ്ത്രീകളാണല്ലോ, എല്ലാം എളുപ്പമാണല്ലോ എന്നുള്ള ഒരു വഷളൻ അഭിപ്രായം രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ഒറ്റയടിക്ക് ഉറങ്ങാതിരുന്ന് പഠിച്ചതിനെ, അല്ലെങ്കിൽ ഈ രാത്രികളിൽ യാത്ര ചെയ്യാൻ ഇരുട്ടിനെയും ആളില്ലാത്ത ഇടങ്ങളെയും ഒക്കെ അതിലംഘിച്ച് അതിനെയൊക്കെ നേരിട്ട് യാത്ര പോകാനുള്ള ഒരുമ്പെടലുകളെ, അല്ലെങ്കിൽ മിണ്ടരുത്, അടങ്ങിയിരിക്കണം, താഴെയിരിക്കണം, ഉറക്ക സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ തിട്ടൂരങ്ങളെ അതിലംഘിച്ച് നാലാളുടെ പേരിൽ മുന്നിൽ സംസാരിക്കാനുണ്ടായ ആത്മധൈര്യങ്ങളെ, അങ്ങനെ പലതിനെയും ഒരൊറ്റയടിക്ക് പെണ്ണല്ലേ എളുപ്പമല്ലേ എന്നൊരൊറ്റ പ്രയോഗം കൊണ്ട് നിർവീര്യമാക്കി കളയാൻ മനസ്ഥിതിയുള്ള മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അവിടെയാണ് വലിയ പോരാട്ടം വേണ്ടി വരുന്നത്. മുൻപൊരിക്കൽ എവിടെയോ എഴുതി വെച്ചിട്ടുമുണ്ട്, അതായത് പുരുഷന്മാരൊരു ഒരു ഒരു മൈൽ ദൂരം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ത്രീകൾ ഒരു മൈൽ ദൂരം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പുരുഷന്മാർ നീളത്തിലാണ് ഓടുന്നത്, സ്ത്രീകൾ വട്ടത്തിൽ വലിയ വൃത്തങ്ങളെ പൂർത്തീകരിച്ചാണ് ഓടേണ്ടത്. എന്താണെന്നറിയാമോ? ഇങ്ങനെ കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് അവസ്ഥകളെ നേരിട്ടുകൊണ്ടാണ് അവർക്ക് പോകേണ്ടത്. ഇപ്പോൾ ഒരു ദിവസം രാവിലെ ജോലിക്ക് ഇറങ്ങി പോകുന്ന ഒരു പുരുഷൻ്റെയും ഒരു ദിവസം രാവിലെ ജോലിക്ക് ഇറങ്ങി പോകുന്ന ഒരു സ്ത്രീയുടെയും ഒരു ദിവസത്തെ ഷെഡ്യൂൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഒന്ന് പരിശോധിച്ച് നോക്കൂ. എത്ര കാര്യങ്ങൾ പൂർത്തീകരിച്ച് എത്ര നീട്ടിവെച്ച കൈകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് അവരൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്ന്. ഇപ്പോൾ മാധ്യമ ജീവിതത്തിൽ സ്ത്രീകൾ പോവുകയാണെന്ന് വിചാരിക്കുക, അവർക്ക് അവരിലേക്ക് അസൈൻ ചെയ്തു കൊടുക്കുന്ന ജോലിയുടെ പൊതുസ്വഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊരു ഒരു ഒരു ഇലക്ഷൻ നടക്കുന്ന ഇടത്തേക്ക് പോവുകയാണെങ്കിൽ അവരോട് പറയുന്നത് സ്ഥാനാർത്ഥികളുടെ ഭാര്യമാരെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യൂ എന്നൊക്കെയുള്ള നിലയ്ക്കാണ് ചിലർ സംസാരിച്ചു പോവുക. അതായത് ഇവിടെ രാഷ്ട്രീയം പറയാൻ സ്ത്രീകൾ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അഭിമുഖീകരിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ എന്തിനാണ് സ്ത്രീകൾ എന്നത് എത്രത്തോളം അഭിമുഖീകരിക്കുന്നുണ്ടാകും? ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു പുരുഷ സഹജമായ, ഞാൻ എല്ലാവരെയും അടച്ചോ അധിക്ഷേപിച്ചോ ഒന്നും പറയുന്നതല്ല കേട്ടോ, പക്ഷെ അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട്, ഒരു തിരഞ്ഞെടുപ്പ് വേദിയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്, അധിക്ഷേപിക്കുന്നത് ഇങ്ങനെയാണ് ഉള്ളത്, ഇങ്ങനെയാണെന്ന്. അദ്ദേഹം UDF നേതാവാണ് അല്ലേ? കോൺഗ്രസ് ആ UDF എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമാണല്ലോ. ഇന്ദിരാഗാന്ധി അവരുടെ വലിയ ആത്മവീര്യമാണല്ലോ. ഇന്ദിരാഗാന്ധി അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, ആ ക്യാബിനറ്റിലെ ഒരേ ഒരു പുരുഷൻ ഇന്ദിരയാണ് എന്ന് പറയുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പക്ഷെ അവർ തന്നെ അതിനെ ഖണ്ഡിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയല്ല, ഞാൻ എന്തിനാണ് അതിനെ അംഗീകരിക്കേണ്ടത് എന്നവർ തിരിച്ചു ചോദിക്കുന്നുണ്ട് അവരെ അഭിമുഖം ചെയ്യാനെത്തിയ ഒരാളോട്. അതുപോലെ സോണിയാഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വലിയ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു പ്രസ്ഥാനം നയിക്കുന്ന മുന്നണിയുടെ ഒരു നേതാവ് അതിൻ്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഒരു കൺവെൻഷനിൽ നിന്നുകൊണ്ട് ഇന്ന് പ്രതിഭയ്ക്കെതിരെ നടത്തിയ പരാമർശം എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മനുഷ്യത്വ വിരുദ്ധമായ പരാമർശം എന്ന നിലയ്ക്ക് തന്നെ അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം ആരാണ് ഒരു സ്ത്രീയെക്കുറിച്ച്, അവരുടെ ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കാൻ? അവരുടെ അഴക് വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ടാണ് അവർ വിജയം തേടുന്നത് എന്ന് പറയാൻ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത്? ആ വേദിയിലുള്ള മുഴുവൻ മനുഷ്യരെയും എനിക്ക് പേടിയാണ്. ആ പറഞ്ഞ മനുഷ്യനെ മാത്രമല്ല ഞാൻ കണക്ക് കൂട്ടുന്നത്, ആ വേദിയിൽ അതിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാതെ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും എനിക്ക് പേടിയാണ്. നമുക്ക് ചലച്ചിത്ര വേദിയിൽ അത്ര സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം ഉണ്ടായപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കൂവിയ ഒരു പെൺകുട്ടി ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഒന്ന് കൂവാൻ പോലും ധൈര്യം അവിടെ ഒരു മനുഷ്യനും ഉണ്ടായില്ല, ഒന്ന് തിരുത്താൻ പോലുമുള്ള ധൈര്യം അവിടെ ഒരു മനുഷ്യനും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറമല്ല, അപ്പുറം അത് ഒരു ജീവിതത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ട ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയ്ക്ക് ഒരു സഹജീവിയെ അധിക്ഷേപിക്കാനുള്ള ആത്മധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാണ് മനുഷ്യർക്ക് എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതവും എനിക്ക് ഇപ്പോഴും വലിയ സങ്കടവുമാണ്. നമ്മളൊക്കെ പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ്. അവരെ നമ്മൾ ഈ സമൂഹത്തിലാണോ ഇതിനെയാണോ നേരിടാൻ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത്. ഒരു സ്ത്രീക്ക് പോകുന്ന എല്ലായിടത്തും അവനവൻ്റെ ഐഡന്റിറ്റി ചുമന്നുകൊണ്ട് പോകണമെന്ന് പറയുന്നത് എത്ര ദുഃഖകരമായ സാഹചര്യമാണ്. നോക്കൂ, സമരങ്ങൾ വരുന്ന സമയത്ത് അവിടെ വനിതാ പോലീസ് ഉണ്ടാകും. അവർക്ക് ഞാനൊരു സ്ത്രീയാണ്, ആണുങ്ങൾക്കിടയിൽ പോയി നിന്ന് ഈ ക്രമസമാധാന പാലനത്തിന് ഒരുമ്പെടാൻ കഴിയില്ല എന്നുള്ള ഭീതി മനസ്സിലുണ്ടാകേണ്ടി വരുന്ന ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. സമരം ചെയ്യാൻ പോകുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കും. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് പോയി നിൽക്കുക, എനിക്ക് ആ തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കൂ. അങ്ങനെ എന്തെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്? പോലീസ് സ്റ്റേഷനുകളിൽ കേൾക്കേണ്ടി വരുന്നുണ്ട്, നമ്മൾ കോർട്ട് റൂമുകളിൽ കേൾക്കേണ്ടി വരുന്നുണ്ട്, വിധിന്യായങ്ങളുടെ ഭാഗമായി കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇടതിത്ര പറഞ്ഞില്ലേ,
കോൺഗ്രസ് ഇത്ര പറഞ്ഞതല്ലേ എന്നൊരു വലിയ പട്ടിക നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചെറ്റത്തരം എന്നൊരു പ്രയോഗം നടത്തി. പാടില്ലാത്തതാണ്, നമ്മൾ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. KPCC അധ്യക്ഷൻ ചെറ്റ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? പാടില്ലാത്തതല്ലേ? അതിനെയും വിമർശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് അളന്നു തൂക്കിയാണ് നമ്മൾ ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. MM മണി പൊമ്പിളയൊരുമ നേതാക്കളോട് പറഞ്ഞത് എന്താണ്? മറ്റേ പണിയാണെന്ന് പറഞ്ഞില്ലേ? എന്താണ് ആ മറ്റേ പണി? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ പരിചയം? എങ്ങനെയാണ് പൊമ്പിളയൊരുമയുടെ പോലെ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ നേതാക്കളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ഇവിടുത്തെ എണ്ണം പറഞ്ഞ നേതാക്കൾ എത്ര പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? വിജയരാഘവൻ, രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞ പരാമർശം നമ്മൾ മറന്നുപോയോ? കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയിട്ടുണ്ട്, ഇനി ആ കുട്ടിയുടെ ഗതി എങ്ങനെയാകണം എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ പരാമർശം നടന്നത്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇപ്പം നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രതികരണം നടത്തിയത്, സ്വന്തം ഭാര്യമാരെ കെട്ടിക്കൊണ്ടുവരുന്നത് മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനാണ് എന്ന് വിചാരിക്കരുത് എന്നാണ് ആ പരാമർശം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, പേരാമ്പ്രയിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ, പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അംഗീകരിക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. സ്ലട്ട് ഷെയ്മിങ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അങ്ങേയറ്റം ഗുരുതരമായ, അങ്ങേയറ്റം മൃഗീയമായ നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ അവരുടെ UDF ഹാൻഡിലുകൾ ഒന്ന് പങ്കുവെക്കുകയാണെന്ന് വിചാരിച്ചോ, അതിന് താഴെ വരുന്ന കമൻ്റ് ഉണ്ടല്ലോ, പെൺകുഞ്ഞുങ്ങളുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല, സഹോദരിമാരുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല, ഒരു പെണ്ണിനും കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്രമേൽ കടന്നുള്ള ആക്രമണമാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തെക്കുറിച്ച്, അവരുടെ രീതിയെക്കുറിച്ച്, അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചൊക്കെ അവരെ ഈ നിലയ്ക്ക് അധിക്ഷേപിക്കുകയാണ്. അത് പറഞ്ഞ് ഫലിപ്പിക്കാനേ കഴിയില്ല ആ വേദന എന്ന് പറയുന്നത്. ആ നിലയ്ക്കാണ്. ഇനി കെ സുധാകരൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞു. വീണ ജോർജിനെതിരെ നടന്ന പരാമർശങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, 3 ആരോഗ്യമന്ത്രിമാർക്കെതിരെ, PK ശ്രീമതി ടീച്ചർക്കെതിരെ നടന്നിട്ടില്ലേ? KK ശൈലജ ടീച്ചർക്കെതിരെ നടന്നിട്ടില്ലേ? വീണ ജോർജിനെതിരെ നടന്നിട്ടില്ലേ? ഈ നിലയ്ക്കുള്ളതാണ്. ഈ വീണ ജോർജിനെ KM ഷാജി വിളിച്ചത് എന്താണ്? സാധനം എന്ന് പരാമർശം നടത്തുകയാണ്. കാണുക മാത്രമല്ല, വിളിക്കാൻ കൂടി ധൈര്യപ്പെടുകയാണ്. ആ നിലയ്ക്കുള്ള അധിക്ഷേപം. സുധാകരൻ എന്താണ് ഷാനിമോൾ ഉസ്മാനെ വിളിച്ചത്? പൂതന എന്നാണ് വിളിച്ചത്. അങ്ങനെയാണ് എല്ലാ നേതാക്കളും. ഇതിൽ താഴെയുള്ള നേതാക്കൾ, മുകളിലുള്ള നേതാക്കൾ എന്നൊന്നുമില്ല. ഞാൻ സ്മൃതി മാഡത്തോട് ഒരു കാര്യം ചോദിക്കട്ടെ. സ്മൃതി മാഡത്തിന് ഒരു ദിവസം ചർച്ച കഴിഞ്ഞിട്ട് അതിന് YouTube കമന്റ് നോക്കാനുള്ള ധൈര്യമുണ്ടോ? എനിക്കില്ല കേട്ടോ. എനിക്ക് സത്യമായുമില്ല. എനിക്കോ സ്മൃതി മാഡത്തിനോ എന്നുള്ളതല്ല, ഈ നാട്ടിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന സ്ത്രീകൾക്കാർക്കും അവരവർ നടത്തുന്ന ഈ പറയുന്ന രാഷ്ട്രീയ കമന്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ വായിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാകില്ല. എന്താണെന്നറിയാമോ? നാളെ ഈ പണി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മോശം വാക്കുകൾ കൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. കാരണം എന്താ? രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ്, വേറെ ഒന്നുമല്ല. വീട്ടിലിരുന്നാൽ കേൾക്കേണ്ടി വരില്ല. ഇത് പണിയെടുത്ത് ജീവിക്കുന്ന ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ കേൾക്കുന്ന അധിക്ഷേപത്തിന് കണ്ണും കഴിയുമില്ല ഈ നാട്ടിൽ എന്നുള്ളതാണ്. ഇനി എനിക്ക് വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് പറഞ്ഞു പോകാതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ പ്രതിഭയുടെ ഈ വാർത്തയ്ക്ക് താഴെ വന്നൊരു കമന്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിമുടി നുണയും കൊള്ളയും ചരിത്ര പ്രസംഗവും. എന്താണ് ഈ ചരിത്രം? ആരാണ് അതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആരാണ് അവിടെ ഇത് അതിനൊരു ഇങ്ങനെ മൂല്യം കൽപ്പിച്ചു കൊടുക്കുന്നത്? ഇവർക്ക് സ്ത്രീകൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണോ? ആരൊക്കെയോ രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുക, അതിന്റെ പേരിൽ സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെടുക. ഇനി ഈ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രതിഭ ഇതിനു മുൻപ് അത് അവരുടെ ഈ വിഷമഘട്ടത്തിൽ പറയേണ്ടതല്ല, അവരുടെ കണ്ണുനീര് കണ്ട ഒരു ദിവസം പറയേണ്ടതുമല്ല. പക്ഷേ സ്വാഭാവികമായും ഇന്നത്തെ ചർച്ചകളിൽ ഉയർന്നു വന്നൊരു കാര്യമാണ്. പ്രതിഭയുടെ ഭാഗത്തുനിന്ന് സമാനമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ശരീരം വിറ്റ് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പ്രതിഭ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേദന തോന്നിയിട്ടുണ്ട്. ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയാണ്. സാധാരണ നോക്കൂ, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഓരോ വാക്കും അടയാളപ്പെടുത്തി വെക്കുന്ന കാലമാണിത്. നാളെ എൻ്റെ കുഞ്ഞിത് കേൾക്കും. നാളെ ഒരു പക്ഷെ ഞാൻ ഈ ജോലി ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും അവളിത് കേൾക്കും. അപ്പോൾ ആ നിലയ്ക്ക് അതപ്പതിച്ചൊരു ജോലിയാണോ എൻ്റെ അമ്മ ചെയ്തതെന്ന് അവർ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവനവന് വേദനയുണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട്. അത്തരത്തിലുള്ള വേദന ഒരു സ്ത്രീക്കും നൽകാതിരിക്കാനുള്ള കടമ എല്ലാവർക്കുമുണ്ട്. അത് പ്രതിഭയിൽ മാത്രം നിക്ഷിപ്തമായ ഒന്നല്ല. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് മുതൽ മുൻ KPCC അധ്യക്ഷൻ മുതൽ മുൻ KPCC അധ്യക്ഷന്മാർ മുതൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാർ മുതൽ ഏറ്റവും താഴെയുള്ള ഘടകത്തിലെ നേതാക്കൾക്ക് വരെ, അതും പോകട്ടെ വീട്ടിനുള്ളിലും ഈ പറയുന്ന രാഷ്ട്രീയം പാലിക്കാത്ത എല്ലാ മനുഷ്യർക്കും ബാധകമായ ഒന്നാണ്. സ്ത്രീകളെ ഏതെങ്കിലും കുറഞ്ഞ ജീവികളായി പരിഗണിച്ചുകൊണ്ടായിരിക്കരുത്, അവരുടെ അന്തസ്സിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടായിരിക്കരുത് രാഷ്ട്രീയ പ്രവർത്തനം. അത് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് മാത്രമല്ല, സമൂഹ ജീവിതവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവിടെയും ആ മാന്യത കാത്തുസൂക്ഷിക്കാനുള്ള അന്തസ്സും അഭിമാനവും അവനവനോടുള്ള റെസ്പെക്റ്റും കാത്തുസൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.